നമസ്കാരം. നിലനിൽക്കുന്ന പശ്ചിമേഷ്യൻ സംഘർഷത്തിന് അയവ് വരുത്തുന്നതിനായി അമേരിക്കയും ഇറാനും തമ്മിലുള്ള നയതന്ത്ര ചർച്ചകൾ ക്രിയാത്മകമായി മുന്നേറുകയാണ്. ഇറാൻ ആണവായുധങ്ങൾ വികസിപ്പിക്കുവാനോ വാങ്ങുവാനോ അനുവാദം നൽകില്ല എന്ന ട്രംപിന്റെ വാദം യുഎസുമായുള്ള സമാധാന കരാറിന്റെ ഭാഗമായി സമ്പുഷ്ടീകരിച്ച യുറേനിയം കൈവിടാൻ ഇറാൻ സന്നദ്ധത അറിയിച്ചു എന്നതാണ് പുറത്തുവരുന്ന റിപ്പോർട്ട്. കരാറിൻ്റെതായി പുറത്തു വന്നിട്ടുള്ള ഉള്ളടക്കത്തിലാണ് ഇക്കാര്യം സമ്മതിച്ചത്. അതായത് സമ്പുഷ്ട യുറേനിയം ഇറാനു പുറത്തേക്ക് മാറ്റണം എന്നതായിരുന്നു യുഎസിന്റെ ഒരു പ്രധാന ആവശ്യം. ആണവ പദ്ധതി ഇറാൻ ഉപേക്ഷിക്കണമെന്ന് വാശി പിടിച്ചു. ഇതിന് രണ്ടിനും തയ്യാറല്ല എന്ന് വ്യക്തമാക്കിയതിനാലാണ് ഏപ്രിലിലെ വെടിനിർത്തലിന് തൊട്ട് പിന്നാലെ പാകിസ്ഥാനിൽ നടന്ന സമാധാന ചർച്ച അപ്പാടെ പരാജയപ്പെട്ടത്. ഇക്കാര്യം യുഎസ് വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും പറഞ്ഞിരുന്നു. അതേസമയം ആണവായുധം കൈവരിക്കാൻ ഒരിക്കലും ശ്രമിക്കില്ല എന്നതാണ് തങ്ങളുടെ നിലപാട് എന്ന് ഇറാൻ ആവർത്തിച്ച് വ്യക്തമാക്കിയിരിക്കുകയാണ്. എന്നാൽ 60% പരിശുദ്ധിയിൽ സമ്പുഷ്ടീകരിച്ച 440.9 കിലോഗ്രാം യുറേനിയം ഇറാന്റെ പക്കലുണ്ട് എന്നാണ് അന്താരാഷ്ട്ര ആണവ ഏജൻസിയുടെ, അതായത് ആണവോർജ ഏജൻസിയുടെ കണ്ടെത്തൽ. 2025 ജൂണിലും ഇസ്രയേലും യുഎസും ഇറാന്റെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിക്കുന്നതിന് മുമ്പുള്ള അളവാണ് ഇത്. ആക്രമണത്തിന് മുമ്പ് സമ്പുഷ്ട യുറേനിയം ഇറാൻ സുരക്ഷിത കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നു. അത് എവിടെ എന്ന് കണ്ടെത്താൻ യുഎസിനോ ഇസ്രയേലിനോ ഇതുവരെയും സാധിച്ചിട്ടില്ല. സമ്പുഷ്ട യുറേനിയം ഉപേക്ഷിക്കാമെന്ന വാഗ്ദാനം ഇറാൻ എങ്ങനെ നടപ്പാക്കും എന്നതാണ് ഇപ്പോഴത്തെ ചർച്ചാ വിഷയം. ഇതിന്റെ ഒരു ഭാഗം മറ്റു രാസവസ്തുക്കൾ ചേർത്ത് നേർപ്പിക്കാനാണ് സാധ്യത എന്നാണ് ഇറാൻ യുഎസ്. അതായത് ഈ ചർച്ചകളുടെ വിശദാംശങ്ങളെ കുറിച്ച് അറിവുള്ള കേന്ദ്രങ്ങൾ വാർത്താ ഏജൻസിയോട് വ്യക്തമാക്കിയതാണ് ഇക്കാര്യം. ബാക്കി വിദേശ രാജ്യത്തിന് കൈമാറാനും ഇറാനുമായി സൗഹൃദമുള്ള റഷ്യയിലേക്കായിരിക്കും ഇത് മാറ്റുക എന്നാണ് നിലവിലെ വിവരം. ഇറാന്റെ സമ്പുഷ്ട യുറേനിയം ഏറ്റെടുത്ത് സൂക്ഷിക്കാമെന്ന് റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ വാഗ്ദാനം ചെയ്തിരുന്നു. അതിനിടെ സമാധാന കരാർ നിലവിൽ വന്നാൽ ഉടൻ ഹോർമൂസ് കടലിടുക്കിലെ മൈനുകൾ നീക്കാൻ ബ്രിട്ടീഷ് നാവികസേന സജ്ജമായി. കരാർ പ്രാബല്യത്തിലായാൽ നൂറുകണക്കിന് നാവികരുമായി ജിബ്രാൾട്ടർ തീരത്ത് നങ്കൂരമിട്ടിരിക്കുന്ന RFA ലൈം ബേ, HMS ഡ്രാഗൺ എന്നിവയും മറ്റു കപ്പലുകളും ഫ്രാൻസിന്റെയും ബ്രിട്ടന്റെയും നേതൃത്വത്തിൽ ഹോർമസിലേക്ക് തിരിക്കുമെന്നാണ് നാവികസേന വ്യക്തമാക്കുന്നത്. ഒബാമയുടെ കാലത്തുണ്ടായിരുന്ന ഇറാൻ ആണവ കരാർ ഇതുവരെയുള്ളതിൽ വെച്ച് ഏറ്റവും മോശപ്പെട്ടതാണെന്നും അത് ഇറാനിലേക്ക് ആണവായുധങ്ങൾ എത്തിക്കാനുള്ള വഴിയൊരുക്കിയെന്നാണ് ട്രംപിന്റെ വ്യാപകമായ വിമർശനം. ചർച്ചകളിൽ തിടുക്കം കാട്ടേണ്ടതില്ല എന്ന് വ്യക്തമായ ഒരു കരാറിലെത്തി അത് സാക്ഷ്യപ്പെടുത്തുന്നതുവരെ ഇറാനെതിരായ ഉപരോധങ്ങൾ പൂർണ്ണശക്തിയിൽ തുടരുമെന്നാണ് ട്രംപിന്റെ വാദം. ഇറാനുമായുള്ള അന്തിമ കരാർ ആണവ ഭീഷണിയെ പൂർണ്ണമായും ഇല്ലാതാക്കണമെന്ന കാര്യത്തിൽ താനും ട്രംപും യോജിക്കുന്നതായാണ് ഇസ്രായേൽ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു വ്യക്തമാക്കുന്നത്. ഇറാന്റെ ആണവ സമ്പുഷ്ടീകരണ കേന്ദ്രങ്ങൾ പൂർണ്ണമായും നീക്കം ചെയ്യണമെന്നും ഏത് സാഹചര്യത്തിലും സ്വന്തം പ്രതിരോധിക്കാനുള്ള അവകാശം, അല്ലെങ്കിൽ സ്വയം പ്രതിരോധിക്കാനുള്ള അവകാശം ഇസ്രായേലിനുണ്ട് എന്നും അദ്ദേഹം പറഞ്ഞു വെക്കുന്നു. ഇറാന് ആണവായുധങ്ങൾ ലഭിക്കുന്നത് തടയുന്നതിൽ താനും ട്രംപും ഒരേ നിലപാടിലാണെന്ന് ഉറപ്പിച്ചു പറഞ്ഞ നെതന്യാഹു തങ്ങളുടെ പങ്കാളിത്തം ഇപ്പോൾ ഏറ്റവും ശക്തമായ തലത്തിലാണെന്നാണ് പറയുന്നത്. ഏതായാലും ഹോർമൂസ് കടലിടുക്കിനു നേരെ ഏതെങ്കിലും വിധത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ശക്തമായി തിരിച്ചടിക്കുമെന്നാണ് ഇറാൻ നൽകുന്ന മുന്നറിയിപ്പ്. ശത്രുക്കൾ കടലിടുക്ക് ആക്രമിച്ചാൽ നാവിക ഉപരോധം ഭേദിക്കുമെന്നും ആണവ നിർവ്യാപന കരാറിൽ നിന്നും പിന്മാറുമെന്നും മുതിർന്ന ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നുണ്ട്. തങ്ങൾ ആണവായുധങ്ങൾ തേടുന്നില്ലെന്നും എന്നാൽ രാജ്യത്തിന്റെ അന്തസ്സും പരമാധികാരവും സംരക്ഷിക്കുന്നതിൽ വിട്ടുവീഴ്ച ചെയ്യില്ല എന്നാണ് ഇറാൻ പ്രസിഡന്റ് മസൂദ് പെഷഷ്കിയാൻ ലോകത്തിന് ഉറപ്പു നൽകുന്നത്. ഇതിനിടെയാണ് ഇറാന്റെ ആണവ പദ്ധതിയെയും ഹോർമൂസ് കടലിടുക്കിലെ സുരക്ഷാ ഭീഷണികളെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് ഇറാനിയൻ കപ്പലുകൾ സ്ഫോടനത്തിൽ തകരുന്നതും അഡിയോസ് എന്ന് എഴുതിയതുമായ ഒരു ചിത്രം ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യലിലൂടെ പങ്കുവച്ചത്. ഈ പോസ്റ്റ് ഓൺലൈനിൽ വൻ വിവാദങ്ങൾക്കും ചർച്ചകൾക്കും വഴിതുറന്നിരുന്നു. എന്തായാലും മധ്യപൂർവേഷ്യൻ രാജ്യങ്ങളുടെ പിന്തുണയോടെ പ്രാദേശിക സഹകരണം ശക്തിപ്പെടുത്താൻ ശ്രമിക്കുന്നതിനിടെയാണ് പുറത്തുവരുന്ന ഇത്തരം പ്രതീകാത്മക സന്ദേശങ്ങൾ നയതന്ത്ര മേഖലയിൽ വലിയ കൗതുകത്തോടെയാണ് നിരീക്ഷിക്കപ്പെടുന്നത്. എന്തായാലും ഇറാൻ, ഇസ്രായേൽ, അമേരിക്ക യുദ്ധം എന്താകുമെന്ന് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം.